ഏവർക്കും സിനി ലോഞ്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ സ്ക്വിഡ് ഗെയിം സീസൺ 2 റിലീസായിരിക്കുകയാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ആകർഷിച്ച സീരീസുകളിൽ ഒന്നും കൂടിയായിരുന്നു സ്ക്വിഡ് ഗെയിമിൻ്റെ ആദ്യ ഭാഗം. നെറ്റ്ഫ്ലിക്സിൻ്റെ പല റെക്കോർഡുകളും തകർത്തെറിഞ്ഞ ഒരു സീരീസ് കൂടിയായിരുന്നു സ്ക്വിഡ് ഗെയിം. അതായത് അത്രമാത്രം ഹൈപ്പ് സ്ക്വിഡ് ഗെയിമിൻ്റെ ആദ്യ ഭാഗം നമുക്ക് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗം എത്തുമ്പോഴും നമ്മളും ആ ഒരു ഹൈപ്പിനനുസരിച്ചുള്ളതൊന്നായിരിക്കും പ്രതീക്ഷിക്കുക. ആ ഒരു പ്രതീക്ഷ കൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഒന്നാം ഭാഗം നൽകിയ ആ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് രണ്ടാം ഭാഗത്തിൽ നിന്നും കിട്ടിയിട്ടില്ല. ആദ്യത്തെ 2 എപ്പിസോഡ് തന്നെ വളരെ ലാഗായിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നീട് ആ ഒരു ഗെയിമിലേക്ക് വരുമ്പോൾ മെല്ലെ മെല്ലെ ആ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് തന്നെങ്കിലും മെല്ലെ മെല്ലെ ആ ഒരു കഴിഞ്ഞ് പോകുമ്പോൾ വീണ്ടും ഇഴഞ്ഞിഴഞ്ഞ് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. പിന്നീട് അവസാനം ഒറ്റയൊരു നിർത്തലും. രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ട് തോന്നിയത് ചില കഥാപാത്രങ്ങൾ തന്നെയാണ്. നന്നായിട്ട് വെറുപ്പിച്ച് കൈ തന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഒന്നിനും ഒരു വ്യക്തത ഇല്ലാണ്ട് അവസാനിപ്പിച്ചതുപോലെയാണ് തോന്നിയത്. പല കാര്യങ്ങളും പറഞ്ഞു പോയെങ്കിലും പിന്നീട് അതിനെക്കുറിച്ചൊരു കണക്ഷൻ കൊടുക്കാണ്ട് പെട്ടെന്ന് ഒരു തരത്തിൽ അങ്ങ് തീർക്കുന്നു. അതേസമയം ആദ്യ സീസൺ നമ്മൾ വളരെ കൂളായിട്ട്, നമ്മളിൽ പലരും വളരെ കൂളായിട്ട് പെട്ടെന്ന് തന്നെ കണ്ടു തീർത്ത, അല്ലെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ച് എപ്പിസോഡുകൾ കണ്ടു തീർത്ത ഒരു സീരീസ് തന്നെയായിരുന്നു സ്ക്വിഡ് ഗെയിമിൻ്റെ ആദ്യ ഭാഗം. പക്ഷേ രണ്ടാം ഭാഗത്തിനെ നമ്മൾ സമീപിക്കുമ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ആ ഒരു ഗ്യാപ്പ് വരാണ്ട് കണ്ടു തീർക്കുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടമായിട്ട് തന്നെയാണ് തോന്നുന്നത്. അതായത് 1-2 എപ്പിസോഡുകൾ നമുക്ക് ചെറിയ രീതിയിലുള്ള ലാഗ് അടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പിന്നീട് ആ ഒരു ഗെയിമിലേക്ക് കടക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മൾ വിചാരിക്കാം ഇതൊന്നാം ഭാഗം തന്നെ അല്ലേ എന്ന്. പക്ഷേ രണ്ടാമത്തെ ഗെയിമും മൂന്നാമത്തെ ഗെയിമിലേക്കൊക്കെ എത്തുമ്പോൾ ആ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ചില കഥാപാത്രങ്ങളുടെ ഓവറായിട്ടുള്ള ആ ഒരു കൊറിയക്കാരുടെ ഒരു സമീപനം അങ്ങനെയാണെങ്കിലും ഒത്തിരിയേറെ കൊറിയൻ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ കുറച്ചധികമായിട്ട് ഓവറാക്കിയ പോലെയാണ് തോന്നിയിട്ടുള്ളത്. മൊത്തത്തിൽ പറഞ്ഞാൽ എവിടേക്കോ ഒരു തട്ടിക്കൂട്ടിയ ഒരു അനുഭവം. സ്ക്വിഡ് ഗെയിമിൻ്റെ സീസൺ 1 കണ്ടവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും രണ്ടാം ഭാഗം കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കണം. അല്ല, തീർച്ചയായിട്ടും രണ്ടാം ഭാഗം കൂടെ കാണണം. ഒരുപക്ഷെ ഇവർക്കിത് രണ്ടാം ഭാഗത്തോടു കൂടി അവസാനിപ്പിക്കായിരുന്നു. കാരണം ഈ ഒരു പോക്കാണ് മൂന്നാം ഭാഗത്തിലും കൂടെ വരുന്നതെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ആസ്വാദനത്തെ ഇത് വളരെയധികം ബാധിച്ചേക്കാം. സ്ക്വിഡ് ഗെയിം സീസൺ 2 കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പങ്കുവയ്ക്കുക. എന്നാൽ നിങ്ങൾ ഇതുവരെ ഒന്നാം ഭാഗം കണ്ടിട്ട് രണ്ടാം ഭാഗം കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.